അരയിൽ ചേർത്ത് നാവിൽ നിറച്ച് കുട്ടിക്കലവില. എരിവോടെയും പുളിവോടെയും ഉപ്പിൽ നുള്ളി തമ്മിൽ തല്ലി കുട്ടിക്കടുമണി. നാടൻ കറിയും നാടൻ രുചിയും നാവിൽ നിറയും ചൂടോടെ. കുട്ടിക്കളിയും കുട്ടിക്കൊതിയും കുട്ടിക്കൈയുടെ കൈപുണ്യവും. തക്കാളി അരിഞ്ഞിട്ട് വെള്ളരി മുറിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് സലാഡ് മൊത്തണ്ടാക്കിയാണ്. പൂവൻ പഴവും പഞ്ചസാരയും ചേർത്ത് അച്ചിയ പഴൊഴിച്ച് ഷാജാഷി കൊന്നുണ്ടാക്കി. ഉള്ളി ചതച്ചരച്ച് വേപ്പില മല്ലി ചേർത്ത് ഉപ്പും മുളകും ഇട്ട് കോഴിക്കറിയുണ്ടാക്കി. കുട്ടിക്കലവറ. ഇന്നത്തെ കുട്ടി പാചകത്തിൽ കുഞ്ഞു കുറുമ്പന്മാർ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ പിസ്ത സോസാണ്. നമുക്ക് നന്നായിട്ട് ചെയ്ത് ഫസ്റ്റ് മേടിക്കണ്ടേ? ജൂനിയർ മോഹൻലാലിൽ നിന്ന് മജീഷ്യൻ സാമ്രാട്ടിലേക്കുള്ള പരകായ പ്രവേശത്തിലാണ് ആദിത്യ. ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി ഏതോ ഒരു തമിഴ് സീരിയലിന്റെ അമ്മായിയമ്മ റീന ബഷീറിന്റെ മുഖത്ത് പെയിന്റിംഗ് അഭ്യസിക്കുകയാണ് ആൻഡ്രോയും അൽസാബിത്തും. നമസ്കാരം. പ്രേക്ഷക മനസ്സുകൾ കീഴടക്കി കുട്ടിക്കലവറ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കാത്തിരിക്കുകയാണെന്നറിയാം. സ്വാഗതം ചെയ്യുന്നു ഫ്രൂട്ടോമാൻസ് കുട്ടിക്കലവറ പവർഡ് ബൈ ഡിഷ് ഗോൾഡ് വാഷിലേക്ക്. ചേട്ടാ നമസ്കാരം. നമ്മളുണ്ട് ഇവിടെ, പേടിക്കണ്ട. ചേട്ടനുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് എൻ്റെ ബലം. ഓക്കെ, വിശ്വാസം അല്ലേ എല്ലാം. ഈ കുട്ടിക്കലവറയിലെ നമ്മുടെ ആ പ്രൊമോ മ്യൂസിക് ഇല്ലേ, ഇതിൽ ആർക്കറിയാം? തക്കാളിയും യെസ്, കാന്താരിയും ആ തവിയിൽ ചേർത്ത് നാവിൽ നിറച്ച് കുട്ടിക്കലവറ. ആഹാ, എരിവോടെയും പുളിവോടെയും ഉപ്പിനുള്ളിൽ തമ്മിൽ തല്ലി കുട്ടിക്കലവറ. നാടൻ കറിയും നാടൻ രുചിയും നാവിൽ നിറയും ചൂടോടെ. കുട്ടിക്കളിയും കുട്ടിക്കൊതിയും കുട്ടിക്കൈയുടെ കൈപുണ്യവും. തക്കാളി അരിഞ്ഞിട്ട് വെള്ളരി മുറിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് സലാഡ് മൊത്തണ്ടാക്കി. പൂവൻ പഴവും മസാലയും ചേർത്ത് തീയ പാലൊഴിച്ച് ഷാജാഷി കൊണ്ടുണ്ടാക്കി. പ്രേമി, എന്തോ ഇനി എന്തെങ്കിലും വേണോ പ്രേമിക്ക്? വയറ് നിറഞ്ഞോ? എന്റെ വയറും മനസ്സും ഒക്കെ നിറഞ്ഞു. കാരണം ഒന്ന് മൂളാൻ പറഞ്ഞപ്പോ ഒരു പാട്ട് മുഴുവൻ അവർ പാടി. ഇത് ഇവര് മാത്രമൊന്നല്ല, കേരളത്തിലെ ഈ ഫ്ലവേഴ്സിന്റെ കുട്ടിക്കലവറയുടെ എല്ലാ പ്രേക്ഷകരായ കുട്ടികൾക്കും ഈ പാട്ട് ഇപ്പൊ കാണാപ്പാടാം. ഫ്രൂട്ടോമാൻസ് കുട്ടിക്കലവറ പവേർഡ് ബൈ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷിൽ എന്നും പുതുമകൾ മാത്രം സമ്മാനിക്കുന്ന ഞങ്ങൾ ഇന്ന് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ് നിങ്ങളുടെ സ്വന്തം, ഞങ്ങളുടെ സ്വന്തം, ചന്ദനമഴയുടെ സ്വന്തം രൂപശ്രീ. വെൽക്കം രൂപശ്രീ. வெல்கம். Thank you. எவ்வளவு அழகா இருக்கு தெரியுமா இன்னைக்கு? Thank you. ரொம்ப அழகா. எல்லாருமே அழகி அழகின்னு கூப்பிட்டு இன்னைக்கு அவ ரொம்ப ஒரு என் கண்ணுக்கு இன்னைக்கு ரொம்ப ஒரு டால் மாதிரி இருக்கா. അഴകാണോ അഴുക്കാണോ? പത്തിയാ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞങ്ങളിവിടെ എത്ര പേരുണ്ടെന്ന് അറിയോ? ഞാൻ ഒറ്റയ്ക്ക് ഉള്ളെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. എന്റെ കൂടെ ഒരു വലിയ പ്രസ്ഥാനമുണ്ട്, ഒരു പടക്കൂട്ടം തന്നെയാണ്. കാരണം കുട്ടിക്കലവറയിലെ അവരെ നിങ്ങൾ എല്ലാവരും പേടിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ഒരു ബലം എന്റെ കൊച്ചു കൂട്ടുകാരാണ്. ഓ ചേട്ടാ, നമ്മുടെ റൂപ്സിനെ കാണുമ്പോ എനിക്കൊരു തമിഴ് പാട്ട് ഓർമ്മ വരുന്നത്. അഴകിയല്ല ഇവളടിപ്പോൾ ഇഷ്ടമായില്ല. ബാക്കി എന്നായിരുന്നു? ബാക്കി പാട്. ആ നമ്മള് പറഞ്ഞ പോലെ റൂപ്സിന്റെ പാട്ടൊന്നും കേട്ടില്ല അല്ലേ? അതെ, പാടി பாடி ரொம்ப நாள் ஆச்சு, அதனால எனக்கு பாடுறேன். ரொம்ப நாள் ஆச்சு. காஃபா இருக்கு இருந்தாலும் நான் பாடி நீங்க எல்லாரும் ஓடி 2 lines ரொம்ப காஃப் பண்ணிட்டே இருக்கேன். இன்னொரு நாள் பாடுறேன்.
அந்த குழந்தை இல்ல இந்த குழந்தைக்காக. அந்த குழந்தைக்காகத்தான் இன்னொரு நாள் பாடுறேன்னு சொன்னேன். இந்த குழந்தைங்க அதுங்க பாடுது, அதனால பிரச்சனை ஒண்ணு இல்ல. எனக்கு ஒரு விஷயம் சொல்ல ரீனா பத்தி. சௌக்கியமா, என்ன விசேஷம்? குட்டி கலவரா சூப்பரா இருக்கு. அது அந்த மாதிரி ஒரு டயலாக். அது மாதிரி இல்ல, நான் ஒரு ஊர்ல கொஞ்சம் மாதிரி சொல்ல, ஊர்ல இருக்க பசங்க இப்போ கிராமத்துல வயக்காடு அந்த மாதிரி. அது எங்களுக்கு தெரியும், அது சொல்லு. அதுதான்ப்பா சொல்ல வர விடேண்டி சொல்றதுக்கு. டைம் கொடு, கொஞ்சம் டைம் கொடு. நேராஜ் அதே தான் சொல்லிட்டே இருக்கு. ஏ பிரேமி இப்படி இருக்க சொல்றது? விலாவரிய விளக்கமா சொல்லணும்ல, ஷார்ட்டா சொல்றியா? ஓகே, ஒரு சின்ன விஷயம். ஏலே எங்க போன போத மாட்டி எங்க എന്താ ആരാ മനസ്സിലായോ? മനസ്സിലായില്ല. அப்பதானே தெளிவா சொல்லிட்டு இருக்க. தெளிவா சொல்லேண்டி. அப்பதான் சீக்கிரம் சொல்லு. அப்படி சொன்னா இப்படிதான் சொல்ல முடியும். என்கிட்ட இல்ல, அங்க சொல்லு. அங்கதான் இப்ப நான் சொன்னது சொல்லு. சொன்னலடி, காது கேட்கல, கண்ணு தெரியல. ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി ഏതോ ഒരു തമിഴ് സീരിയലിലെ അമ്മായിമ്മ മരുമോനുള്ള. ഓക്കെ, ഇവിടെ വന്നിട്ട് ആകെ കൂടെ പറയാനുള്ളത് റീനേനെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ இல்ல பாக்கி அப்படின்னு சொன்னா இது வந்து என் டார்லிங், எல்லாரோட டார்லிங். அப்புறம் என்னோட பொண்ணு வந்து சொன்னபோது சாரு ஷாரு டார்லிங் இல்ல, எல்லாருக்கும் இல்ல இல்ல சாரு ஷாலு என்னோட குட்டீஸ். அது என்னோட குட்டி. അല്ല ഈ എല്ലാവർക്കും പറഞ്ഞ ബോർഡ് കണ്ടിട്ടില്ല. என்ன காப்பாத்துற ஒரே ஆள் வந்து யாரு? ബീന ആന്റണി. ബീന ആന്റണി என்ன காப்பாத்துறது. അല്ല ഇപ്പൊ രക്ഷിക്കാൻ വരുമോ? ഓ പിന്നെ എங்க இருந்தாலும் ഇപ്പൊ വരുമോ? எங்க இருந்தாலும் வரும்பா. அது என்ன ഉറപ്പായിട്ട് എன்னால சொல்ல முடியும். പണി കൊടുത്താലോ? പാത്തിയാ? അല്ല ഞാൻ പറയട്ടെ, ഗ്രീൻ റൂമിൽ കാണിച്ചു കൂട്ടുന്നത് വല്ലതും ഇവിടെ വന്ന് സൈലന്റ് ആയിട്ട് നിൽക്കുന്നേ നോക്ക്. ചാരു സോഫ്റ്റ് ആണെന്ന് അതൊക്കെ അവിടെ പറയുന്ന കാര്യം ഇവിടെ എന്തിനാ പറഞ്ഞേ? வந்தாச்சு. பீனா பீனா காப்பாத்து ப்ளீஸ். எங்க இருக்க? ഇത് ഞെട്ടിച്ചു കളഞ്ഞു. എന്തിനാണ് ഇങ്ങനെ പാവത്തിന് ചെന്നൈയിൽ നിന്ന് വന്നോന്ന് ഒരൊറ്റ തെറ്റല്ലേ അവള് ചെയ്തോളൂ. എടി ഇവിടെ അതൊക്കെയല്ല പറയണത്, വേറെ എന്തൊക്കെയാ ഞങ്ങൾ அப்படி சொல்லுவேன்னா ഇല്ല ചെയ്യില്ലടി അങ്ങനെ. ശരി ശരി. അല്ല ഇങ്ങനെ ഇപ്പൊ ഇവിടെ വന്നു. അല്ല ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ എന്തോ ഒരു കാര്യം സീരിയസ് ആയിട്ട് ചിന്തിച്ചിരിക്കുക. പെട്ടെന്ന് രൂപ വിളിക്കുന്ന പോലെ മനസ്സിലിങ്ങനെ. അത് ഈ രൂപയല്ല, ഈ രൂപയാ. എല്ലാം സെയിം തന്നെ, എല്ലാം ഒന്ന് തന്നെ. അപ്പൊ രൂപ തരാറുണ്ട് അല്ലേ? രൂപ കൊടുത്ത് പറയിച്ചതാ. நானும் பீனா எத்தனை வருஷமா ஒன்னா ஒர்க் பண்ணிருக்கோம். ஆர்டிஸ்ட் எங்களுக்கு தெரியும். உங்களை மாதிரி வாரி கொடுக்கறவரை கலாட்டா பண்ற ஆளு கிடையாது. பீனா കേട്ടല്ലോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ രൂപ ഒറ്റ കോള്. ഓക്കേ, ഞാൻ അവിടെ ഉണ്ടാവും. അത് കൊള്ളാം. റീന വിചാരിച്ച് കൊച്ചിയിൽ മാത്രമേ കൊട്ടേഷൻ ഉള്ളത്. എവിടെ ചക്കരക്കുട്ടികൾ വരുന്നു? വെൽക്കം ഫ്ലൂട്ടോമാൻസ് കുട്ടിക്കലവറ പവർഡ് ബൈ ഡിഷ്കോൾ ഡിഷ്വാഷ്. വെൽക്കം. താങ്ക് യു. ഹായ് ആദിത്യ. ഹായ്. ഹായ് ശിവാനി. ഹായ്. എന്തൊക്കെയുണ്ട്? സുഖമാണോ? സുഖം. ലാലേട്ടൻ എന്താണ്? ലാലേട്ടന്റെ പുതിയ നമ്പറുകളൊക്കെ ഉണ്ടോ? നല്ല നമ്പർ തന്നെ. പിന്നെ ചേച്ചിയായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. ലുലുവിൽ പോയി കൊറേ അടിച്ചു പൊളിച്ചു. ആണോ? ലുലുവിൽ കൊറേ ചോക്ലേറ്റ്സ് വാങ്ങി തകർത്തോ? ഇഷ്ടായോ? അവിടെയുള്ള മാർക്കറ്റ് മൊത്തം ചിലപ്പോ നോക്കി കഴിഞ്ഞാൽ ഒരു മിഠായി പോലും കാണില്ല. അമ്മ മിഠായിയുടെ ഷോപ്പിംഗ് നടത്താണോ? ഒരു എന്താ പറയാ, ട്രോളി ഫുള്ള്. ഞാൻ കണ്ടായിരുന്നു അവിടുത്തെ സെയിൽസ്മാൻ ഇരുന്ന് പൊട്ടിക്കരയുന്നത്. എന്റെ ഷെൽഫ് മുഴുവൻ കാലിയായി, ശിവാനി മുഴുവൻ കൊണ്ടുപോയി എന്നൊക്കെ. എന്നിട്ട് വേറെ എന്തൊക്കെ രസാവമായിട്ടുള്ള സംഭവം ഉണ്ടായി? വേറെ പോയി ഗെയിം കളിച്ചു. ഗെയിം കളിച്ചതിനകത്ത് ചേച്ചി ഉണ്ടായിരുന്നോ? ചേച്ചി കാണുന്നുണ്ടായിരുന്നു. ചേച്ചി എല്ലാ റൈഡിലും ഒക്കെ കേറിയോ? കേറിയിരുന്നെങ്കിൽ തമിഴിലുള്ള നിലവിളി കേൾക്കാം. മഹാഭാരതം എന്ന് കേട്ടിട്ടുണ്ടോ? അതെന്താ സംഭവം? അത് ഒന്ന് ആലോചിച്ചു. ആദ്യത്തിനറിയോ? മഹാഭാരതം ഹിന്ദുക്കളുടെ ഒരു സാധനം മാത്രം അറിയാം. ഞാനങ്ങനെ റിലീജിയനിലൊന്നും അധികം വിശ്വസിക്കാത്ത കാരണം അതിനെ കുറിച്ച് അധികം അറിയില്ല. മഹാഭാരതം ഗണപതിയാണ് എഴുതിയത്, അതറിയാം. പറയട്ടെ, അവിടെ കൃഷ്ണനുണ്ട്,
മഹാഭാരതത്തിൽ രാവണനുണ്ടോ? ഉണ്ട്. രാവണനുണ്ട്. ഏറ്റവും ചീത്തതാ ഏ? രാവണൻ. പറയ്. പാണ്ഡവരുണ്ട്, കൗരവരുണ്ട്. പിന്നെ അത് ഗണപതി എഴുതിയൊരു ബുക്കാണ്. ബുക്കല്ല, ഹൃദയാണ്. അങ്ങനെ തന്നെ പറയാം. ബുക്കെന്നല്ല നമ്മുടെ ഈ ഭാഷയിൽ പറയാം. ഈ ഭാഷയിൽ ഇംഗ്ലീഷ് ഭാഷയെല്ലാം പറഞ്ഞത്. അല്ല, അവിടെ എന്താ സംഭവിച്ചോണ്ടിരിക്കുന്നത്? ഇവനെ നമ്മുടെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ബാക്കി ആരും നമ്മുടെ കൂടെ വേണ്ട. ഇവിടെ വേണ്ട, ബോഡി ഗാർഡും വേണ്ട. നമ്മളൊന്ന് ഇവനുണ്ടെങ്കിൽ ഉള്ള കാര്യം ഞാൻ പറയാലോ. അപ്പൊ ഇത് മുതല് ചേട്ടന്റെ ബോഡി ഗാർഡ് ആയിട്ടാണോ? ഇവനെ കാണുമ്പോ ഈ പ്രോഗ്രാമിന്റെ ഡയറക്ടർ സിന്ധുജി ഉണ്ടല്ലോ, അയ്യോ മോനെ എന്ന് പറഞ്ഞിട്ട് വേറെ റൂട്ടിലാണ്. അപ്പൊ ആരും പേടിയില്ലാതെ ഇവിടെ സ്വതന്ത്രമായി വിഹരിക്കുന്ന ഒരാളെ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഒരു റൂട്ടാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. എങ്ങനെയുണ്ട്? കുട്ടിക്കലവറയിലെ ഒറ്റയാനയാണോ? ഒറ്റയാനല്ല, ഇത് ഒന്നൊന്നര ഒറ്റയാൻ. എന്തായാലും നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാല്ലേ? കുട്ടിക്കലവറയുടെ പ്രേക്ഷകർ കൊതിയോടുകൂടി കാത്തിരിക്കുന്ന വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. സ്കൂളിൽ പോകുമ്പോ സ്കൂളോ? സ്കൂളല്ലേ, കോമ്പറ്റീഷൻ റെഡി ആകുന്നല്ലേ? കോമ്പറ്റീഷൻ. കോഫി കുടിച്ചിട്ട് ബാത്റൂം പോയി ബ്രഷ് பண்ணிட்டு ஒரு குளியல் ஃபாஸ்டா ஒரு குளியல். இப்போ நம்மளோட லொகேஷன் சேஞ்ச். ஏது? பாத்ரூம். കുട്ടി പട്ടാളം ഇപ്പൊ കോമ്പറ്റീഷൻക്ക് റെഡിയായി. റെഡിയോ? പക്ഷേ ശിവാനി ചേച്ചി, ഇത്ര ആൾക്കാരൊക്കെ നോക്കി നിൽക്കെ ഇങ്ങനെ കുളിക്കുന്നൊക്കെ ശരിയാണോ? അതെ, കുളിക്കുന്നൊക്കെ ശരിയാണോന്ന് നീ എന്നോട് ചോദിച്ചോക്ക്. ഈ ആന്റിയാണോ എന്നെ കുളിപ്പിച്ചേ? നിർബന്ധിച്ച് കുളിപ്പിച്ചതാ. നിർബന്ധിച്ചു കുളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. അപ്പൊ വീട്ടിലാരാ കുളിപ്പിക്കുന്നേ? തന്നെ കുളിക്കും. എന്താ വീട്ടിൽ അമ്മ കുളിപ്പിക്കാത്തെ? അമ്മക്ക് നേരത്തെ പോകണ്ടേ? ഷോ, അമ്മ 7 മണിക്ക് പോവും. അതെന്താ അമ്മ കുളിപ്പിക്കില്ലേ? അതെന്താ അമ്മക്ക് സമയമില്ല അതിന്. ഒന്ന് ചോദിച്ചേ അമ്മയോട്. അമ്മ എന്താ നമുക്ക് സമയമില്ലാത്തതിന്? ഇപ്പൊ 3rd സ്റ്റാൻഡേർഡിലായല്ലോ, അപ്പൊ തന്നെത്താൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിക്കുന്നതല്ലേ നല്ലത്. കാരണം അതെ,
ശരിക്കും ഇവർക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയൊക്കെ ഞാൻ അങ്ങനെ നോക്കിയിട്ടുള്ളൂ. പിന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് ഒരു ഹാഫ് മുതൽ തന്നെത്താൻ തന്നെ പല അമ്മമാരും രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ഒരു മാർഗ്ഗമാണ്. അല്ല അല്ല അമ്മയോട് ചോദിക്കുമ്പോ അമ്മ പറയണം. ഞാൻ അത് കഴിഞ്ഞ് ശിവാനോട് ചോദിക്കും. ശരി, ഒന്ന് എന്റെ സമയത്തിന്റെ ആ ഒരു അതുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും തന്നെത്താൻ തന്നെ എല്ലാ കാര്യങ്ങളും ശീലിക്കണം. അത് ഞാൻ പ്രത്യേകം പറയാറുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പം ഒരിക്കൽ ഒരു ട്രെയിനിൽ ചെന്നപ്പോൾ അത് തിരക്കിൽ പെട്ട് അവൾ കരഞ്ഞോടി, ഞാൻ കരയാനൊന്നും പറ്റില്ല. അവനവൻ്റെ കാര്യങ്ങൾ അതിൽ നിന്ന് നേടി വരണം എന്നുണ്ടെങ്കിൽ അവൻ തന്നെ ശ്രമിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് ചെറുതിലേ മുതൽ വീണാലും എന്താണെങ്കിലും എഴുന്നേറ്റ് പൊക്കോളണം, ഞാൻ നോക്കൂല. അപ്പം അതിൽ നിന്ന് തന്നെ കുട്ടികൾ, ഇന്നത്തെ പെൺകുട്ടികൾ ഇപ്പോഴത്തെ ഇതിൽ അങ്ങനെ വളർത്തുന്നു. വീണാലും നമ്മൾ നോക്കൂല. അവൾക്കറിയാം, ചോദിച്ചു നോക്കൂ എങ്ങനെയാന്ന്. വീണാലൊന്നും അമ്മ നോക്കൂല. ഇപ്പൊ വീണത് കണ്ണുകൊണ്ട് കണ്ടാലും തിരിഞ്ഞു നോക്കില്ല, മൈൻഡ് ചെയ്യൂല. അവളുടെ ഫോൾട്ട് കൊണ്ട് വീഴുകയാണെങ്കിൽ ഞാൻ പറയും പിന്നെ ശ്രദ്ധയില്ലാതെ ചെയ്യാം. അപ്പൊ മോള് ഇങ്ങനെ വീണ് കഴിയുമ്പോ അമ്മ നോക്കാതെ വരുമ്പോ മോക്ക് സങ്കടം തോന്നുമോ? എനിക്ക് സങ്കടം തോന്നില്ല. അതെന്താ അത്? കാരണം ഞാൻ ചെയ്ത് ഉച്ചത്തിന് എന്തിനാ ഞാൻ സങ്കടപ്പെടുന്നു? അമ്മ കുളിപ്പിക്കാതെ വരുമ്പോ സങ്കടം തോന്നുന്നു? എനിക്ക് ഒരു കുഴപ്പമില്ല, തന്നെ ചെയ്യേണ്ട കാര്യം. അപ്പൊ ചേച്ചി കുളിപ്പിച്ചപ്പോ എന്താ തോന്നിയേ? ചേച്ചി കുളിപ്പിച്ചപ്പോ എനിക്ക് എന്ത് തോന്നിയാലും എന്റെ അമ്മ കുളിപ്പിച്ച പോലെ തന്നെ. ചേച്ചി കുളിപ്പിച്ചപ്പോ എന്റെ അമ്മ കുളിപ്പിച്ച പോലെ തോന്നിയെന്ന്. എന്റെ അമ്മ നല്ലൊരു കയ്യടി. അപ്പോ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്, നമ്മുടെ ഫ്ലൂട്ടോമാൻസ് കുട്ടിക്കലവറയിൽ വന്നിട്ട് നമ്മുടെ വീടുകളിൽ അമ്മയിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും വാത്സല്യവും എന്റെ മെന്റേഴ്സിൽ നിന്ന് കിട്ടുന്ന അറിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഈ കോടതിയിലൊക്കെ നിന്ന് വക്കീല് പറഞ്ഞല്ലോ പോയല്ലോ. യുവർ ഓണർ, അമ്മമാർക്ക് കിട്ടാത്ത സംഭവം നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നു. എനിക്ക് അത് ഈ കുഞ്ഞു വായിൽ നിന്ന് 3ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയാണ് അത് പറഞ്ഞത്, എന്റെ മെന്റേഴ്സ് അല്ല. ആ ചേച്ചി പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു കാര്യമുള്ളത്, ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കാൻ ഒരു പക്ഷേ അവൾ അങ്ങനെയൊക്കെ അവളുടെ കാര്യങ്ങളിലൊക്കെ ഉള്ളത് കൊണ്ടാണ് അവൾ ഇവിടെ വന്ന് നിന്ന് ചില കാര്യങ്ങളെ പറ്റി വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ പറയുന്നത്. അതെ അതെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അമ്മയ്ക്ക് ഒരു നല്ല കയ്യടി കൊടുക്കണം. അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും. അച്ഛനെങ്ങനെയാ? അച്ഛൻ എല്ലാ കാര്യവും നമുക്ക് പറ്റിയൊരു അച്ഛനാണ്. നമുക്ക് പറ്റിയൊരു അച്ഛനല്ല. അതെന്താ അറിയോ? എന്റെ അമ്മ എനിക്ക് പറ്റിയത് മാത്രാണ്. അതെന്താ അറിയോ? ഞാൻ പറയാനുള്ള മറുപടി. ഇപ്പൊ ഇവളിങ്ങനെ പറഞ്ഞ എന്താന്നറിയോ? ഇവള് പറയാൻ വേണ്ടിട്ട് നമ്മള് പാരന്റ്സിന്റെ അടുത്തേക്ക് ചെന്നപ്പോ അച്ഛൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എന്നെ കുറിച്ച് പറയാൻ ഇങ്ങനെ. അപ്പൊ അത് കണ്ടിട്ട് അച്ഛന് ഇരിക്കട്ടെ. അല്ല, പിന്നെ എപ്പോഴും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ സമയത്ത് കൊണ്ട് നമുക്ക് തരും. അത്ര നമ്മുടെ ആഗ്രഹത്തിന് നിൽക്കുന്ന ഒരു അച്ഛനാണ്. അപ്പൊ നല്ലൊരു ഉമ്മ, നല്ല അച്ഛൻ അല്ലേ? ശിവാനി, കുട്ടിക്കലവറയിലേക്ക് വരുമ്പോ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു? മെയിനായിട്ട് ഇവരൊന്നും അടക്കളയിലൊന്നും കയറാത്ത ഒരു പ്രായമാണല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ കുളിപ്പിക്കുന്നില്ല, പതുക്കെ പാചകം കൂടെ നിർത്തിയാല് അവര് നമ്മൾക്ക് ഉണ്ടാക്കി തരുമല്ലോ. അമ്മ ആള് കൊള്ളാം കേട്ടോ, അമ്മ ആള് കൊള്ളാം. അല്ല, എനിക്ക് ഇതിന്റെ ഒരു അഭിപ്രായം റീനി ചേച്ചിയെടുത്ത് കിട്ടിയ കൊള്ളാം. കാരണം പാചകമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ആയതുകൊണ്ട് റീനി ചേച്ചിയെടുത്ത് അതിനൊരു അഭിപ്രായം. ഒരു അമ്മ എന്ന നിലയിൽ കുട്ടികൾക്ക് നമ്മളെ കുറെ ഓർമ്മകൾ ഉണ്ടാവും അല്ലെ. നമ്മള് പിള്ളേര് വലുതായി കഴിയുമ്പോൾ അവരവരുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നമുക്ക് നമ്മളുടെ വീട്ടിൽ നിന്ന് കിട്ടിയേക്കുന്ന ആ ഒരു സ്നേഹവും വാത്സല്യവും ഒത്തിരി ഓർമ്മകളും ഒക്കെ ഉണ്ടാവും. അതാണ് നമ്മുടെ വാർദ്ധക്യത്തിൽ നമ്മുടെ കുട്ടികൾ എത്ര ദൂരം നമ്മളിൽ നിന്ന് പോയാലും തിരിച്ചു കൊണ്ടുവരുന്നത് ആ ഒരു അറ്റാച്ച്മെന്റും സ്നേഹവും ഒക്കെ തന്നെയാണ് അല്ലെ. ഇപ്പൊ കുട്ടികൾ ശരിക്കും ഇപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നും ചെയ്തു കൊടുക്കാറില്ല എന്നൊക്കെ പറഞ്ഞു. ശരിക്കും മുന്നേ ഒരു ദിവസം ഞാൻ ഹോട്ടലിൽ പോയപ്പോൾ ഞാനും എൻ്റെ മോനും ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ എൻ്റെ പിള്ളേർ രണ്ടും എല്ലാവർക്കും അറിയാം മുതിർന്ന കുട്ടികളാണ്, 20 വയസ്സ് ആയ കുട്ടികളാണ്. എന്റെ പ്രായം ചോദിച്ചാലൊന്നും കുഴപ്പമില്ല, അതിനിവിടെ പ്രസക്തി ഇല്ല. അപ്പൊ എന്തായാലും ഞാൻ എന്റെ മോനോട് പറഞ്ഞു, തൊട്ട് മുമ്പില് ഒരു ഫോറിനറും അവരുടെ കൊച്ചും കൂടെ വന്നിരുന്നു. അപ്പൊ ആ കുട്ടി തീരെ ചെറുതാണ്, എനിക്ക് തോന്നുന്നു ഒരു 1.5 വയസ്സ് കാണുള്ളൂ. പക്ഷെ ആ ചെയറിൽ പോലും കയറ്റിയിരുത്താൻ അവര് മെനക്കിടുന്നില്ല. അതായത് അതിന്റെ ഷൂ, അതിന് തിരിച്ചവര് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോയി. അപ്പൊ ഈ കുട്ടീന്റെ ഷൂ ഇടാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് സങ്കടം പറഞ്ഞു, എന്താ ഷൂ ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ ആ കുട്ടി മെനന്നെ ശ്രമിച്ച് ഷൂ ഒക്കെ ഇട്ട് ലേസ് ഒന്നും കെട്ടാൻ പറ്റുന്നില്ല, വലിച്ചു കെട്ടി. അപ്പൊ ഞാൻ എൻ്റെ മോനോട് ചോദിച്ചു, ബിനു ദേ കണ്ടില്ലേ, ആ കുട്ടിയുടെ അമ്മയാണ് തൊട്ടടുത്ത് ഉണ്ടായിരുന്നത്. അമ്മ നടന്നു പോവുകയാണ്, ആ ചെറിയ കുട്ടി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നു. അതിന് ഉടുപ്പ്, അതിന് ഷൂസ് ഒന്നും മര്യാദയ്ക്ക് ഇടാൻ പറ്റുന്നില്ല. നിനക്ക് ഞാൻ തന്നിട്ടുള്ള ഓർമ്മകൾ വെച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മമ്മി
മമ്മി ഇങ്ങനെ എന്താണ് ഈ കുട്ടി മമ്മി ഇങ്ങനെയാ ചെയ്തിരുന്നെങ്കിൽ നിനക്ക് എങ്ങനെ തോന്നുന്നു ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞത് എന്താണെന്നറിയോ, മമ്മി ഈ കുട്ടി ഇവരിപ്പോ ഇങ്ങനെ കുട്ടിനോട് അവര് നിഗ്ലക്ട് ചെയ്യുന്നു. ചിലപ്പോ കുട്ടി സ്വന്തമായിട്ട് വളരാനൊക്കെ സഹായിക്കാനൊക്കെ ആയിരിക്കും. പക്ഷേ വലുതാവുമ്പോ തീരെ നന്നായിട്ട് വലുതാവുമ്പോ ഇവര് പ്രായമാവുമ്പോ കുട്ടിയും ഇതുപോലെ നിഗ്ലക്ട് ചെയ്യും. അതൊരു 20-കാരന്റെ മനസ്സിൽ നിന്നും വന്ന വാക്കുകളാണ്. ശരിക്കും നമ്മള് പ്രായമാവുമ്പോഴാണ്, നമ്മളിപ്പോ നമുക്ക് ജോലിയുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമുക്ക് ഒത്തിരി തിരക്കുകളുണ്ട്. പക്ഷെ നമ്മൾ വയസ്സാവുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ല. നമ്മൾ വീട്ടില് ഈ ടിവിയും കണ്ടിങ്ങനെ കുത്തിയിരിക്കുക. മക്കളൊക്കെ പഠിച്ച് വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ആയി പലയിടത്തും ആയിരിക്കും, പല ദിക്കിലും പല നാട്ടിലും രാജ്യത്തൊക്കെ ആയിരിക്കും. അപ്പൊ അവിടെ ഇരുന്ന് നമുക്കൊരിറ്റ് സ്നേഹം നമ്മൾ നോക്കി, അതെന്താ അവർക്ക് പൈസ അയച്ചു കൊടുക്കേണ്ട, അവർ നോക്കട്ടെ. പക്ഷെ അപ്പൊ നമുക്ക് ആ പൈസ ഒന്നും ആയിരിക്കില്ല ആവശ്യം, നമുക്ക് അവരുടെ സാമീപ്യമായിരിക്കും ആവശ്യം. കുട്ടികൾ നമ്മുടെ ഉണ്ടാവുക, അതൊക്കെ ഒത്തിരി സ്നേഹം കിട്ടുന്ന കാര്യമാണ്. ஒரு விஷயம் வந்து இத்தனை நாள்ல ரீனா பேசின ஒரு வார்த்தையும் தாய் பாசம் உணர்வுகள் எல்லாம் இன்னைக்கு சொல்றதுக்கு எனக்கு ஒண்ணுமே எக்ஸலன்ட் சூப்பர். ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടി ഈശ്വര വിലാപം. ഇത് കവി പാടിയതല്ല, ഇത് പാടുവാനായി കവിയുടെ ഹൃദയത്തിലേക്ക് ഈശ്വരൻ കുടിയേറിയതാണ്. ഈശ്വര ചൈതന്യത്തിന്റെ പ്രതിരൂപങ്ങളായിരുന്നു എന്നും കുട്ടികൾ. അതെ, അമ്മിഞ്ഞപ്പാലിന്റെ മാധുര്യം നുകർന്നു വളരേണ്ടവർ. കുഞ്ഞിന്റെ ആദ്യ കരച്ചിലിനായി കാലങ്ങളോളം കാതോർത്തിരുന്നവർ. കൈ വളരുന്നതും കാൽ വളരുന്നതും നോക്കി കൺപാർത്തിരുന്നവർ. കാൽത്തലക്കിലുക്കങ്ങളിൽ ഇടനെഞ്ചിൽ അമ്മിഞ്ഞപ്പൈമ്പാൽ ചുരത്തിയവർ. താരാട്ടിന്റെ തണുപ്പും സ്നേഹത്തിന്റെ തലോടലുമായി നിഴലായി നിലാവായി നമുക്കൊപ്പം നടന്നവർ. അമ്മ എന്ന രണ്ടക്ഷരങ്ങളിൽ ആർക്കും ഒതുക്കി നിർത്താനാവാത്ത സ്നേഹവാത്സല്യങ്ങളുടെ ആൾരൂപമാണമ്മ. മാതൃത്വത്തിന്റെ മഹത്വത്തിന് പകരം വെക്കാൻ ഒന്നുമില്ല എന്ന യാഥാർത്ഥ്യം റീന ബഷീർ എന്ന അമ്മ നമുക്ക് മുന്നിൽ വരച്ചിടുന്നു. നമ്മൾ നൽകുന്ന കലവറയില്ലാത്ത സ്നേഹം മാത്രമേ നമുക്കും തിരിച്ചു ലഭിക്കൂ, അല്ലെങ്കിൽ നമ്മൾ നൽകുന്ന സ്നേഹത്തിനു മാത്രമേ നമുക്കും അവകാശമുള്ളൂ എന്ന ഗുണപാഠം ഓരോ അമ്മമാരുടെയും കുട്ടികളുടെയും ഇടനെഞ്ചിൽ സ്നേഹത്തൂലിക കൊണ്ട് കുറിച്ചിടുന്നു. ഈ ശിവാനിക്ക് രൂപ ചേച്ചിയെങ്കിലും ഉണ്ടായിരുന്നു കുളിപ്പിക്കാൻ. ആരും ഇല്ലാതെ പതക്കകത്ത് കണ്ണുടച്ച് ഇങ്ങനെ നിന്ന നമ്മുടെ ഈ ജൂനിയർ ലാലേട്ടനെ കുളിപ്പിക്കാനോ തിരിഞ്ഞു നോക്കാനോ ഒരു മനുഷ്യനുമില്ല. ഞാൻ നോക്കുമ്പോ നല്ല ഒന്നാന്തരം വെണ്ണക്കല്ല് ടൈലില് സോപ്പ് ഇട്ടേക്കുന്ന പോലെ. இல்ல என்னோட குட்டி லாலுக்கு நான் குளிப்பாட்டுறேன்னு சொன்னேன். ഭയങ്കര വെക്കം വേണ്ട. വെക്കം വെക്കുമോ വന്നാ ഞാൻ 5th-ലല്ലേ, എനിക്ക് സ്വന്തം കുളിക്കാലോ. ഇവള് വരെ സ്വന്തം വീട്ടിൽ കുളിക്കുന്ന പറയണേ. എനിക്കെന്ത് കുളിച്ച കുഴപ്പം? അല്ല, ഹോളിഡേയിലെ എങ്ങനെ ഉണ്ടായിരുന്നു? എൻജോയ് ചെയ്തോ? ഇഷ്ടായോ? വീട്ടിൽ തന്നെയാണോ കുളിക്കാൻ ഷവറിന്റെ കീഴെ നിന്ന്? അങ്ങനെ കുളിക്കാറ്. അമ്മ കുളിപ്പിക്കാറുണ്ടോ? ഇല്ല, ഇഷ്ടല്ല. അമ്മയ്ക്ക് എന്താ ജോലി? അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ പ്രൈവറ്റ് ആയിട്ട് പ്രൊജക്ട് വർക്ക്സ് ഒക്കെ ചെയ്യും. ഫുഡൊക്കെ ഉണ്ടാക്കി തരുമോ? ഇഷ്ടമല്ല? പിന്നല്ലാണ്ട് ഇഷ്ടാണ് അല്ലേ? നല്ല രസമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി തരും. അപ്പൊ അമ്മയുടെ അടുത്തുനിന്ന് ഇനി ടിപ്സ് ഒക്കെ ചോദിച്ച് പഠിച്ച് അടിപൊളിയായിട്ട് കുട്ടിക്കലവറയില് ഇഷ്ടംപോലെ ഫുഡ് ഉണ്ടാക്കണ്ടേ? പിന്നെ അവൻ ചോദിച്ചില്ലേ ഒരു മാജിക് കാണിക്കാൻ? അത് അവൻ ചോദിച്ചുകൊണ്ടും പിന്നെ കുട്ടിക്കലവറ കാണുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ഞാൻ എന്റെ വക ഒരു മാജിക് ട്രിക്ക് കാണിക്കാം. രണ്ട് ബോൾ കൂട്ടി മുട്ടിച്ചൊരു താറാവായി. അത് കഴിഞ്ഞ് അതിൽ നിന്ന് മുട്ടയെടുത്തു. വെരി ഗുഡ്. ഞാൻ സാധാരണ നിങ്ങൾ സീരിയൽ ആർട്ടിസ്റ്റുകൾ എല്ലാവരും സീരിയലിൽ നിൽക്കുമ്പോൾ രാവിലെ എണീറ്റ് വന്നാലും രാത്രി കിടക്കാൻ പോകുമ്പോഴൊക്കെ ഇതുപോലത്തെ സാരിയൊക്കെ കൊടുത്തിട്ടായിരിക്കും. പക്ഷെ രൂപശ്രീ എന്ന് പറഞ്ഞ ഈ മാഡം ആദ്യമായിട്ട് നൈറ്റിയൊക്കെ ഇട്ടിട്ട് റൂമിൽ നിൽക്കുന്നത്, അതായത് വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സിൽ ഒന്ന് കാണാൻ പറ്റി. അതിന് വലിയൊരു സന്തോഷം. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. ഒഴിയാത്ത കലവറയില് ഒരാള് ചിരിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആരായിരിക്കും? എന്തിനാ ചിരിക്കുന്നേ? തിരിഞ്ഞൊന്നും നോക്കണ്ട. തിരിഞ്ഞു നോക്കുന്നേ.
എന്തിനാ ചിരിക്കുന്നേ? എന്നെയാണോ പ്രേമി? ആ ശരി, ഞാൻ വിചാരിച്ചു അവിടെ യുദ്ധം. ശരീരം ഒന്നും അല്ല, ഇങ്ങ് പോരെ, വാ അങ്ങട്. വെൽക്കം ഫ്ലൂട്ടോമാൻസ് കുട്ടിക്കലവറ. താങ്ക് യു. കുട്ടിക്കലവറയില് കുട്ടികളെ പറ്റി റീൻ ചേച്ചിയുടെ അഭിപ്രായം നമുക്കൊന്നും അറിയാം. കുട്ടിക്കലവറയിലെ കുട്ടികളെ പറ്റി എന്താ പറയാ, ശരിക്കും നമുക്കെപ്പോഴും നമ്മളൊക്കെ ഇപ്പൊ വലുതായി അതുകൊണ്ട് നമ്മുടെ കുട്ടിക്കാലം നഷ്ടപ്പെട്ടു എന്ന് ഇടക്കിടക്ക് നമുക്ക് സ്വയം തോന്നാറുണ്ട്. ഓ ഈ പ്രത്യേകിച്ച് ഈ കുട്ടികളെയൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ ഒന്ന് കുട്ടിയായിരുന്നപ്പോ എന്നിങ്ങനെ ആലോചിക്കുമല്ലോ. പക്ഷേ ഫ്ലവേഴ്സ് ചാനലിലെ ഈ കുട്ടിക്കലവറയിൽ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തതോടുകൂടി സത്യത്തിൽ എനിക്ക് എൻ്റെ കുട്ടിക്കാലം വീണ്ടും കിട്ടിയ പോലെ തോന്നുന്നത്. കാരണം ഇവരിലൊരാളായി ഞാനും. അത്രയും ഇവരുടെ കൂടെ കുരുത്തക്കേടും ഒക്കെ ചെയ്യാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്, എന്താണെന്നറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ കുട്ടികളെ കുറ്റം പറയില്ല. ഇവരുടെ കുട്ടിത്തം ഞാനും അതേ പോസിറ്റീവ് വേവില് എടുത്ത് വർത്താനവും കളിയും ചിരിയും കുറുമ്പും കുസൃതിയും ഒക്കെ ചെയ്യാനും ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അത് മാക്സിമം അങ്ങോട്ട് എൻജോയ് ചെയ്യുവാണ്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, കുട്ടികളെ വിളിക്കാം, അവരോട് ചോദിക്കാം അവർ എന്താണ് റീന ചേച്ചിയിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. റീൻ ചേച്ചിയുടെ കുട്ടികളെ റീൻ ചേച്ചി തന്നെ വിളിച്ചോളൂ. അൽസു ആന്റോവ വേവാ. വെൽക്കം കുട്ടിക്കലവറ. വരൂ. ഹായ്. അൽസാബിത്തെ ഹായ്. ഹായ്. അൽസാബിത്തിന് എങ്ങനെയുണ്ട് ഈ ഗുണദോഷിക്കാറുണ്ടോ ചേച്ചി? ഈ ഗുണദോഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണദോഷിക്കാന്ന് വെച്ചാൽ നമ്മളെ ഗുണവും പഠിപ്പിക്കുകയും ദോഷവും പഠിപ്പിക്കും. നല്ലൊരു കൈയടി കൊടുത്ത അൽസാബിത്തിന്റെ നല്ലൊരു ആൻസർ അല്ലേ? ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്തു. ദോഷം പഠിപ്പിച്ചേ എന്തായിരുന്നു? ദോഷം പഠിപ്പിച്ചേ എന്താണ്? എന്തോ ദോഷമാണോ? എന്നെ അന്ന് ഒരു ദിവസം സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുപോയില്ലായിരുന്നോ? അന്നാണെങ്കിൽ 10 തവണ എന്നെ വെള്ളം കുടിപ്പിച്ച കക്ഷിയായത്. അപ്പൊ നമുക്ക് ഇവരുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? തീർച്ചയായിട്ടും കണ്ടിട്ട് വരാം. ഇല്ല, ഞാൻ കൊറേ തപ്പി എല്ലായിടത്തും. എനിക്കറിയാൻ പാടില്ല ഇവിടെ ഉണ്ടായിരുന്നതാണ് ഇത്ര നേരം. എന്റെ നിഷ എനിക്ക് തലവേദന എടുക്കണ്. ഇവിടെയൊക്കെ എല്ലായിടത്തും നോക്കിയാണ്, എല്ലാ ഫ്ലോറിലും. റീനയുടെ കണ്ണു വെട്ടിച്ച് ഹോട്ടലിന്റെ ഒരു കോണിലിരുന്ന് സ്വറ പറഞ്ഞ് രസിക്കുകയാണ് ബിരുദന്മാർ. എവിടെയാണോ ഇവര് പോയി കിടക്കണത്? ഷോ എനിക്ക് ആലോചിച്ചിട്ട് തലവേദന എടുക്കണത്. രണ്ടും കൂടി മനുഷ്യൻ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കണോ? എന്താണ് ആൻറ്റോ അൽസു? ശരിയല്ല കേട്ടോ. മതി വാ. ഇത് ഇവിടെ വന്നിരിക്കാൻ ആരാ പറഞ്ഞത്? കാഴ്ച കാണാമെന്നാണ് ഞങ്ങളോട്. അതാ നമുക്ക് വേണ്ടത്. മതി സംസാരിച്ചത്. ഇനി നിങ്ങളടുത്ത് ഞാൻ കളിയൊന്നും ഇനി ഇതുപോലെയുള്ള കളിയൊക്കെ നിർത്തി. ഇല്ല, കളിയൊക്കെ നിർത്തി. വാ മതി. ഉള്ള കറക്കവും അതും ഇതും എല്ലാ കുന്തവും മതി കേട്ടാ. റീനയുടെ പിണക്കം മാറ്റാനായി ചില്ലറ കുസൃതി പണികളൊക്കെ ഒപ്പിച്ച് പറ്റിക്കൂടുകയാണ് ആന്റോയും അൽസാബിത്തും. വന്നല്ല, പോകോ. അയ്യോ ഇങ്ങോട്ട് കൊണ്ടുവാ നോക്കട്ടെ. എടാ നീ അഭിനയിച്ചതാണല്ലേ കൈ ഒടിഞ്ഞതായിട്ട്. ഞാൻ വഴക്കാന്ന് രണ്ടുപേരോടും. വേണ്ട, കൂടൂല. നിങ്ങൾ രണ്ടുപേരും ഒറ്റക്ക് കണ്ടോ? ഞാൻ പോവാ. എനിക്കൊരു പണിയില്ലല്ലോ. എന്തോടാ അത്? അതിന്റെ അമ്മയാന്ന് തോന്നറാ സ്കേറ്റി ബോർഡ് ചവിട്ടി രാജുവിന്റെ കയ്യിൽ പോക്കടാ. റീനാൻറ്റി കിട്ടെ നമുക്ക് പണി കൊടുത്താലോ? എന്ത് പണിയാണ്? പണിയൊക്കെ ഉണ്ട്. നമ്മുടെ സാധാ കൂലിപ്പണിയാണ്. നമ്മൾ പണി കൊടുക്കുന്ന പണിയാണ്. എടാ 8ന്റെ പണി.
നീ വാ. തുടർച്ചയായിട്ടുള്ള ഷൂട്ടിംഗ് ആണോ അതോ ഈ കുട്ടിക്കുറുമന്മാരുമായിട്ടുള്ള ഗുസ്തിപിടുത്തമാണോ റീനയെ തളർത്തിയത് എന്നറിയില്ല. എന്തായാലും കിടന്ന പാടെ റീന നല്ല ഉറക്കമായി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വാ രണ്ടും വാ. വാ ഇങ്ങോട്ട്. ഇല്ല വാ. വാ 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 വാ. ഇവിടെ ഇരിക്കും രണ്ടും. ഇതാണ് കുട്ടിക്കലവറ. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും കീപ് വാച്ചിങ്. ഇതുപോലെ കൂടുതൽ കൂടുതൽ സുന്ദരിയാവാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ പിള്ളേർ എന്താ കണ്ടില്ലേ, ഇത്രയും കലാവാസന ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. മത്സാപിത്തേ, എന്തൊക്കെ പരിപാടികളാണ് ഇതിനകത്ത് കാണിച്ചേ? ഇത് നിങ്ങൾ രണ്ടുപേരും കൂടി റീനെ കൊന്നില്ലെന്നുള്ളല്ലോ. കൊന്നില്ലല്ലോ, റോക്കറ്റൊക്കെ അല്ലേ വലിച്ചത്? ആ നെറ്റിക്ക് നേരെ നടക്ക് റോക്കറ്റ്. അൽസാബിത്ത് ഇവിടെ തല തിരിച്ചിട്ട് എന്നാന്നറിയോ, ഇവര് രണ്ടുപേരും കൂടെ നിന്നിട്ട് നിങ്ങൾ ആദ്യം തന്നെ ആ റിമോട്ടിന് വേണ്ടിയിട്ട് എടുത്ത ഗുസ്തി ഒരുപാട് ബുദ്ധിമുട്ടി. എനിക്ക് വേണമെങ്കിൽ ഈ ഒരു ഗുസ്തി ഒളിമ്പിക്സിൽ വേണമെങ്കിൽ ഇടാവുന്ന. ഏറ്റവും അവസാനം റീനയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ, അത് ഞങ്ങൾക്ക് മനസ്സിലായി. റീന എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതെല്ലാം അത് കഴിഞ്ഞ് പിണങ്ങിപ്പോയി. അത് കഴിഞ്ഞ് തിരിച്ചിങ്ങനെ ഈ കാർട്ടൂൺ കണ്ടപ്പോഴാണോ ഇങ്ങനെ തോന്നിയത്? ഇങ്ങനെ ഇത്രയും വരെ ഇങ്ങനെയെല്ലാം കുട്ടികളെ മറിച്ചിട്ടിട്ട് എന്താ പറ്റിയ ഫ്ലാറ്റ് ആയി പോയോ? എനിക്കറിയില്ല. ഞാൻ അവിടെ പോയിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ പൊതുവെ എനിക്ക് ബോധമില്ല. ഒരു ഉറക്കത്തില് ബോംബ് പൊട്ടിയ പോലെ അറിയില്ല. ഞാൻ നല്ല പോലെ ഇവരായിട്ട് പിണങ്ങി പോയി അങ്ങോട്ട് ഉറങ്ങി. പക്ഷെ ഇത്രയും കുസൃതി ഇവര് കാണിക്കുന്ന സ്വപ്നത്തിൽ പോലും ഓർത്തില്ല. അജേട്ടാ, ഉണർന്നിരിക്കുമ്പോ ബോധം ഉണ്ടെന്നാണോ പറഞ്ഞതിന് അർത്ഥം? അത് ഇത്ര പരസ്യമായിട്ട് ഈ വേദിയിൽ വെച്ച് പറയണോ പ്രേമി? എന്തായാലും ഇവര് ചെയ്ത മേക്കപ്പ് ഗംഭീരായിരുന്നു. കാരണം കണ്ണാടി നോക്കി റീന തന്നെ ഞെട്ടിപ്പോയി. ഞാൻ ഞെട്ടിപ്പോയി. അയ്യോ, എനിക്ക് ഇങ്ങനെ കൂടെ കണ്ണു മിഴിച്ചു പോയി. എന്താ ചുമപ്പും കറുപ്പും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഇത്രയും വലിയ കലാകാരന്മാരാണോ? അപ്പൊ ഇവര് ചിന്തകന്മാര് മാത്രമല്ല, നല്ല ഉഗ്രം കലാകാരന്മാര്. ഒരു രക്ഷയില്ല. ചേച്ചി ഇഷ്ടല്ലേ? ഇഷ്ടാണോ? എന്താ കാരണം? കാരണം ചേച്ചിയാണ് മെൻഡോസ്മാനെ എല്ലാവരെയും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ റീന ചേച്ചിയാ എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ എല്ലാവരും ഇഷ്ടം, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഓരോരോ കാരണങ്ങളുണ്ട്. അതൊന്ന് കേക്കട്ടെ. ആദ്യം ഈ പ്രേമി ചേച്ചി ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? പ്രേമി ചേച്ചി മെന്ററാണോ എന്റെ പൊന്നു പക്രോങ്ങളെ? എന്തുവാണ് ചേട്ടാ പറയുന്നത്? എന്നാലും ഇവിടെ ആങ്കർ ആണല്ലോ, എന്നാലും പ്രേമി ചേച്ചി ഉടനെ പ്രേമി രക്ഷപ്പെട്ടെന്നുള്ള രീതി. ഞാൻ ആങ്കറല്ലേ, മെന്റേഴ്സ് പറയും. എന്നാ മെന്റേഴ്സ് പറ, അത് കഴിഞ്ഞ ആങ്കർ പറഞ്ഞാൽ മതി. ആദ്യം നമ്മുടെ ബീന ആന്റി ആന്റി ആണെങ്കിൽ എന്താ, ആന്റി ആണെങ്കിൽ എന്താ, എന്റെ അമ്മയുടെ പേരാ ബീന. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഇഷ്ടമുണ്ട് ബീന ആന്റിയോട്.
പിന്നെ ആണെങ്കിൽ ബിനന്റെ ഒരുങ്ങി വരുമ്പോഴേ ഇങ്ങനെ പുള്ളിയുള്ള സാരിയൊക്കെ ഇട്ട് വരുമ്പോഴേ ചുവന്ന പുള്ളിയുള്ള സാരിയൊക്കെ ഇട്ട് വരുമ്പോഴേ നല്ല രസമാ. നമ്മുടെ എന്താ പറയാ കലണ്ടറൊക്കെ നമ്മുടെ ദേവിമാരിക്കത്തില്ലേ, നമ്മുടെ ശിവന്റെ ഭക്തി പാർവതിയൊക്കെ അതുപോലെ ഇരിക്കും. ജയ് ഹനുമാനായിട്ടോ. വേറെ രൂപ്സാൻഡിയുടെ പ്രത്യേകത എന്താ? രൂപ്സാൻഡി എന്ന് പറഞ്ഞാൽ ആദ്യം രൂപശ്രീ എന്നായിരുന്നല്ലോ, രൂപശ്രീ ആന്റി. രൂപ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ, പൈസ. നമുക്ക് ഈ ലോകത്തുള്ള എല്ലാവർക്കും പൈസ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമല്ലേ, അത് കാരണം എനിക്ക് ഇഷ്ടം. പിന്നെ നമ്മുടെ രൂപ്സാൻഡി നമ്മുടെ കേരളത്തിൽ വന്നൊരു അതിഥിയല്ലേ, തമിഴ്നാട്ടിൽ നിന്ന് വന്ന അതിഥി. അപ്പൊ ഇരിക്കുന്ന ചാരു ആന്റി ഉണ്ട്. ചാരു ആന്റിയും മക്കളും കാണുമ്പോ എന്റെ മനസ്സിൽ 3 ലഡു പൊട്ടിയല്ല. 3 പേർക്കും ലഡുവിന്റെ ഷേപ്പാണോ? പിന്നെ എങ്ങനെ ഞാൻ പറയുന്നേ, നമ്മുടെ കുഞ്ഞുന്റെ ഇടി കൊള്ളുന്ന ബോക്സിംഗ് പഞ്ച് ആന്റി. നിഷ ആന്റിക്ക് നന്നായിട്ട് എനിക്ക് ഭയങ്കര ഇതാ, അതായത് എന്താ പറയാ സഹതാപം. കാരണം പാവായോണ്ട്. ഇവിടെ വേറൊരു ആന്റി വന്നിരിപ്പുണ്ട്, ഈ നീല ആന്റി. ഈ ആന്റി സൈന. വേണം ഒന്ന് മുഖത്തോട്ട് നോക്കിക്കോ, എന്തെങ്കിലും തോന്നുവാണെ പറഞ്ഞു. നീ മുഖം കാണിച്ചു കൊടുക്ക്, കൊച്ചൊന്ന് കാണട്ടെ. 10,000 പുലിക്കോട്ടകളുടെ ഇടയില് ഒരു മാൻകുട്ടി. ഷാലു ആന്റിയെ എനിക്ക് ദയനീയവും ഉണ്ട് ദേഷ്യവും ഉണ്ടായിരുന്നു. ചന്ദ്രമയെ കാണുമ്പോ ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ കൊറേ ഇതൊക്കെ പറയായിരുന്നു, ഇങ്ങോട്ട് നീ ഇടിച്ചിടക്കിടാന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ എല്ലാം പേടി. പിന്നെ ആണെങ്കിൽ ഷാലു ആന്റി അടുത്ത് എനിക്ക് ഭയങ്കര സഹതാപമാ. എന്താന്ന് വെച്ചാൽ ഷാലു ആന്റി അവിടെ വന്ന് ഇരിക്കും, അതായത് നേരെ വന്ന് നമ്മുടെ സ്റ്റേജ് ഇരിക്കുമ്പോ, സ്റ്റേജ് ഉണ്ടല്ലോ അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുമ്പോ കുട്ടികള്, ഇങ്ങോട്ട് സ്റ്റേജിലോട്ട് വരുമ്പോ പ്രേമി ആന്റി. അപകടം. സ്റ്റേജിൽ നിൽക്കുമ്പോ തന്നെ പക്രങ്ങള്. ത്രികോണമായിട്ടുള്ള ഒരു അപകട കിടപ്പുണ്ട്, അതിനകത്ത് നിൽക്കുകയാണ്. ഓക്കെ. പക്ഷെ ഒരു കാര്യം, ഇതിൽ ആരെയും പേടിയില്ലാത്ത ആളുകളിൽ ഒരാളാണ് അൽസാബിത്ത്. ഇതിനകത്ത് ആരായാലും പേടിയുണ്ടോ? മെന്റൽസിനെ എല്ലാവരെയും പേടിയാ. അതും അല്ലാതെ നമ്മൾ എന്താ പറയാ, കുഞ്ഞോനെ ഭയങ്കര പേടിയാ. കാരണം അവനെ എനിക്കും ബോക്സിംഗ് പഞ്ച്. ഈ പ്രേമി ചേച്ചി എങ്ങനെയാ? പ്രേമി ചേച്ചിയുടെ അഭിപ്രായം എന്നാ? ആന്റിയെ നമ്മൾ സീരിയൽ കാണുമ്പോ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാനും വീട്ടിൽ കിടന്ന് അയ്യോ എന്തോ പറ്റി പാവെന്ന് പറഞ്ഞോണ്ട്. പക്ഷെ നേരിട്ട് കണ്ടപ്പോഴോ നമ്മുടെ വർഷേന്റെ ഇട്ട് കൊരം കളിപ്പിക്കുക. നീ മിക്കവാറും ഉറപ്പായിട്ടും 9 ഏതെങ്കിലും ചാനലില് വാർത്താ അവതാരകനായിട്ട് അവരാണ് ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചു ബുദ്ധിമുട്ടി. റിപ്പോർട്ടർ ഭൂമിക്ക് പുറത്ത് മനുഷ്യൻ കൃഷി ചെയ്ത സ്ഥലം ഏത്? ഭൂമിക്ക് പുറത്ത് മനുഷ്യൻ കൃഷി ചെയ്ത സ്ഥലം സ്പെഷ്യലാണ്. ടുഡേ സ്പെഷ്യൽ. ചട്ടിയിലാണോ? അല്ല, വീണാന്റിക്ക് അറിയാവുന്നതുകൊണ്ട് ബാക്കിയെല്ലാം എന്റെ അടുത്തിനും പക്കു ചേട്ടനാണ് ചേച്ചിയുടെ കൂടെ ഉള്ള ക്വസ്റ്റ്യൻ. ഇല്ല, സമയം കളയണ്ട. അല്ല, അന്താരാഷ്ട്ര ബഹിരാകാശ അന്ന് എന്താ കൃഷി ചെയ്തതെന്ന് പറയട്ടെ. അവിടെ എന്താ ചീര. ശരിക്കും കർഷകനായതുകൊണ്ട് ആ ഒരു ചിന്താഗതിയിൽ ഇതൊക്കെ അന്വേഷിച്ച് നടക്കുവോ? വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഈ ആൻഡോ ഉണ്ടല്ലോ, കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി വന്നിട്ട് ഇവിടെ വന്ന് ഈ കുട്ടിക്കലവറയിലെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനൊരു മനസ്സ് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതൊരു പിന്നെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻഡോച്ചിന് നല്ലൊരു ക്ലാപ്സ്. ഫ്രൂട്ടോമാൻസ് കുട്ടിക്കലവറ പവർഡ് ബൈ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷിൽ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന കുക്കറിയാണ്. അജേട്ടാ, കുക്കറിയിലേക്ക് പോവാൻ സമയമായി. അതെ. സമയം കളയണ്ടല്ലേ? അല്ല, നമ്മുടെ കുട്ടിക്കലവറയിൽ എന്നും ഉണ്ടാക്കുന്ന ഒരേ ഒരു കറി കുക്കറിയാ, ബാക്കി എല്ലാം വ്യത്യാസം ഉണ്ടാവും. ഫ്രൂട്ടോമാൻസ് കുട്ടിക്കലവറ പവർഡ് ബൈ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷിൽ ഇനി കുക്കറി കണ്ട് തിരിച്ചു വരാം. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഒരു പുളിമേരിയാണെന്നാണ്. പക്ഷെ ഞാൻ ഇപ്പം പറയാൻ പോകുന്നത് ഒരു സത്യമാണ്.
ഞങ്ങൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാസ്ത ടൊമാറ്റോ സോസ് ആണ്. സാധാരണ ഇവര് കുപ്പിയിലൊക്കെയാണ് ടൊമാറ്റോ സോസ് വരുന്നത്, പക്ഷെ ഇപ്പം ഞങ്ങൾ തന്നെ ടൊമാറ്റോ സോസ് അരിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നുക. ടൊമാറ്റോ സോസ് കണ്ടിട്ടുണ്ട് കുപ്പിയിലൊക്കെ, പക്ഷെ ആദ്യമായിട്ടാണ് ഈ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ടൊമാറ്റോ സോസ് എടുത്ത് അരിഞ്ഞ് മിക്സിക്കകത്തിട്ട് ഒറ്റര അരിച്ചു. ടൊമാറ്റോ സോസ് റെഡി. എടുത്ത് കുടിച്ചു, അല്ല സോറി, എടുത്ത് ഒഴിച്ചു പാസ്തയിലേക്ക്, എടുത്ത് തിന്നു. അത്ര കാര്യം. വണക്കം വണക്കം വണക്കം. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? അതെ. കഴിക്കുന്നവരുടെ വയറ് മാത്രമല്ല മനസ്സും നിറയണം എന്ന് പണ്ട് ഒരു ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരുടെയും മനസ്സ് നിറച്ചുകൊണ്ട് കുട്ടിക്കലവറ വീണ്ടും ഉണരുകയാണ്. നമ്മൾ ഇന്ന് അടുത്ത ഐറ്റം ഇവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ഇന്നത്തെ ഐറ്റത്തിന്റെ പേര് ഒന്ന് വിളിച്ചു പറഞ്ഞേ. പാസ്ത ടൊമാറ്റോ സോസ്. അങ്ങനെ ഒരു ഐറ്റമാണ് നമ്മൾ ഇന്ന് ഇവർക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിന് വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യം എന്തൊക്കെ ഇതിന് വേണ്ട സംഭവങ്ങൾ? പാസ്ത, ഉള്ളി, കരിവേപ്പില, എണ്ണ, പഞ്ചസാര, തക്കാളി, സോസ്. ഓക്കെ, ഒന്ന് പറഞ്ഞു കൊടുക്കുക, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ആദ്യം ഈ പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഈ പാസ്ത വേവിക്കണം. ഓക്കെ. എന്നിട്ട് പാസ്ത എടുത്ത് മാറ്റി തക്കാളി എടുത്ത് വേവിക്കണം. എന്നിട്ട് തക്കാളി വെന്ത് കഴിയുമ്പോ അതിന് തൊലി പൊളിക്കാൻ പറ്റില്ല. ആ തൊലി പൊളിച്ചിട്ട് മിക്സിയിലിട്ട് അരക്കണം. അപ്പൊ അത് സോസ് ആകും. ഓക്കെ, സോസ് ഉണ്ടാക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ പാത്രം എടുത്ത് അത് പാത്രം ചൂടായി കഴിഞ്ഞ് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും കറിവേപ്പില ബ്രൗൺ കളറായിട്ട് ഉപ്പിട്ട് സംഭവം റെഡി. ഓക്കെ, ഏതാണ്ട് കാര്യങ്ങളൊക്കെ എന്നിട്ട് സോസ് ഒഴിച്ചൊഴിക്കണം. എന്നിട്ട് തിന്നണം. തിന്നണ വരെയുള്ള കാര്യങ്ങൾ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ തിന്നണ വരെയുള്ള ഘട്ടം ഘട്ടമായിട്ട് ഇവർ എങ്ങനെയായിരിക്കും കംപ്ലീറ്റ് ചെയ്യുക, ഈ ടാസ്ക് എങ്ങനെയായിരിക്കും ഇവർ ഗംഭീരമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും നമ്മൾ തുടങ്ങല്ലേ? റോമിയോ ജൂലിയറ്റ് റെഡി അല്ലേ? അല്ലേ? ഇവിടെ റെഡി അല്ലേ? ഓക്കെ, അപ്പോ നമ്മൾ നമ്മുടെ ഐറ്റം ആരംഭിക്കുന്നു. അതിന്റെ പേര് ഒന്നുകൂടി പറഞ്ഞേ. പണ്ട് നഴ്സറി സ്കൂളിലെ പുറത്ത് നിൽക്കുന്ന സമയത്താണ് ഈ ശബ്ദം കേട്ടിട്ടുള്ളത് അല്ലേ? ഞങ്ങളിപ്പം വെള്ളം ഒഴിക്കാൻ പോകുകയാണ്. തീ കത്തിച്ചിപ്പം വെള്ളം ഒഴിക്കാണ്ടോ. അൽസാബിത്തെ, നമ്മളിനി പാസ്ത എടുത്തിട്ട് ഇടാൻ പോവുകയാണ്. നമുക്കൊരു കോമഡി കാണണോ? ഇത് കണ്ട തലയും പാലും വെച്ച് ഒഴിക്കും. നമ്മൾ ഈ വഴി ഇറങ്ങി നീ കാർട്ടൂണിൽ കണ്ടിട്ടുണ്ടോ? ഈ തല ഈ വഴി ഇറങ്ങുന്നത് കാണത്തില്ല. തല അഹിംസ. എന്റെ അമ്മ എന്തുവാ റോഡിൽ മെറ്റിലിട്ടോ. ഓട്ടപാത്രത്തിൽ ഞണ്ടു വീണാലോടലോടലോടല്, മഴ പെയ്തു വെള്ളം വീണാൽ ജല ജല ജലല്. നീ ഉദ്ദേശിക്കണത് പാസ്തയാണോ ഞണ്ടെന്ന് വീണത്? അല്ലല്ല, പാസ്ത അങ്ങനല്ല. ഓട്ടപാത്രത്തിൽ മെറ്റില് വീണാൽ ടക്ക ടക്ക ടക്കട്ട എന്ന് വേണം പറയാൻ. വെള്ളത്തിൽ വീട്ടിൽ എന്തൊരു ശബ്ദമാണെന്നറിയോ? തവി എടുത്തേ. പിന്നെ പാത്രം ആരെടുക്കും? പാത്രം ഇവിടെയല്ലേ ഇരിക്കുന്ന. പൊക്കി പിടിക്ക്. എന്റെ പൊന്നോ, എന്റെ കൈ പൊള്ളിയാ നിനക്ക് പിന്നെ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാൻ ആരുണ്ട്? പതുക്കെ ഇടുന്ന പാസ്ത പെടാന്നങ്ങ് ഇതാവാൻ ചാൻസ് ഉണ്ടേ. വളരെ ലൂസ് പാസ്തയാണ്. ഇത് എന്തു ഇനി നമുക്ക് തക്കാളി വേവിക്കണ്ടേ? വേവിക്കണം. അൽസാബിത്തെ, നമുക്ക് നന്നായിട്ട് ചെയ്ത് ഫസ്റ്റ് മേടിക്കണ്ടേ? ചിരിക്കുന്നുണ്ടോ?
എന്തായി പാസ്റ്റ് ഒക്കെ വെന്തോ? നന്നായിട്ട് വെന്തോ? നമ്മൾ അടുത്ത ഘട്ടം തുടങ്ങാണോ? ഇനിയിപ്പോ എന്താ ചെയ്യാനുള്ളത്? ഇവൻ ഉമ്മ കൊടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയായിരുന്നു. ആ പറയട്ടെ, ഞാൻ അടുത്തല്ല, ഞാൻ ലവ് അല്ല, ഞാൻ ഈ തക്കാളി ഞാൻ ലവ് ആക്കിയില്ല. കൃഷ്ണമൂർത്തി പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭയങ്കര സ്നേഹത്തോടെ ചെയ്യുള്ളൂ. ഇത് വെറും തക്കാളിയല്ല, കൃഷ്ണമൂർത്തി ഉമ്മ വെച്ച് കൊടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയാണ് കേട്ടോ. അല്ല, ഇത് ദേവനത്തിന് എടുത്തിട്ട് ഉമ്മ വയ്ക്കാൻ പറഞ്ഞ എന്നിട്ട് എടുത്ത് ഞാൻ ദേവനത്തിന് മാത്രമേ ലവ് ചെയ്യില്ല, ഞാൻ തക്കാളി ഒന്നും ലവ് ചെയ്യും. തക്കാളി എന്റെ കയ്യിൽ ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴേ ചൂട് വെള്ളം തെറിച്ച, അപ്പൊ ഇവന് എന്റെ കൈ പിടിച്ചോണ്ട് വന്നിട്ട് മരുന്ന് വെക്കാനൊക്കെ നോക്കുവായി. മരുന്ന് എന്നിട്ട് ഞാൻ മരുന്ന് വെക്കാൻ മരുന്ന് വെച്ച് പോലൊന്നുമല്ലല്ലോ. നീ ഒരു ഇത്തിരി കൂടി പൊക്ക വെച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? എന്ത് എടാ, നിനക്ക് ദേവനന്ദേനെ മര്യാദക്ക് നോക്കാൻ പോലും പറ്റുന്നുണ്ടോ? നീ ഇങ്ങനെ നോക്കണ്ടേ? കൈ വെച്ച് പൊക്കാനായിട്ട് നിലത്തൊന്നും പൊങ്ങിയിട്ടില്ല. എന്നിട്ട് അഭ്യാസം കാണിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ദേവനന്ദന്റെ ആങ്ങടമാരും ഒന്ന് തല്ലൂട്ട് തന്നെ. അമ്മായി തക്കാളിയുടെ തോലിങ്ങനെ വന്നോണ്ടിരിക്കുക സാനിയ. ആണോ? ആ കണ്ടില്ലേ? പതുക്കെ ഇങ്ങനെ പാത്രത്തിലേക്ക് മാറ്റാം. കൈയൊന്നും പൊള്ളല്ലേ. നിന്റെ കൈ പൊള്ളാതെ നോക്കിയാൽ മതി. നീ അടുത്തോട്ട് ഇങ്ങനെ വരാതെ, അടുത്തോട്ട് വരാതെ പിന്നെ ഒന്ന് ആകെ മൂന്നിട്ടു. ഇത് നിന്നെ പോലെ ഇരിക്കുന്നു. പതുക്കെ ഒന്നൊന്നായിട്ട് എടുക്കണ. വെള്ളം കൈ വീണ നിന്റെ കൈ പോകുവേ. എടാ തക്കാളി എന്തോടാ പൊട്ടി പോകാതിരിക്കുന്നേ? അത് വേഗം തോന്നും അതിന്റെ തോലിങ്ങനെ. എന്തായാലും നമുക്ക് നല്ലതായി. അപ്പൊ നമുക്ക് അത് തന്നെ പിടിച്ച് ഇങ്ങനെ ചുറ്റി അങ്ങ് എടുത്താൽ പോയി. എന്റെ പൊന്നാൻഡോ, നീ ഒന്ന് മാറിയിരിക്കും. ഞാൻ ഒന്ന് ടൊമാറ്റോ സോസ് ഉണ്ടാക്കി. ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ വലിയ പണി. ഇതെടുത്തു ചെയ്യാൻ പോയാണ്. മിക്സിന്റെ മാതി പണി. എന്താണ് പരിപാടി? ഓ, മിക്സിയിൽ ഇപ്പം ഇതാവുന്നു, ടൊമാറ്റോ സോസ് ആവുന്നു. അത് മിക്സ് ചെയ്യപ്പാട് തെറിച്ചു പോയൊന്നും വരില്ല. അൽച്ചാമത്തേക്ക് കമന്ന് എടുക്കില്ല. എന്തായി സാനിയ, സോസ് ആയോ? ആഹാ, നോക്കട്ടെ. കണ്ടു കഴിഞ്ഞാൽ സോസ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇനി പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഒഴിച്ച്. വെളുത്തുള്ളി ഒഴിക്കൂ? വെളുത്തുള്ളി ഇട്ട് ഉറക്കം ഒഴിക്കാന്നൊക്കെ പറയുന്ന പോലെയാണ് വെളുത്തുള്ളി ഒഴിക്കുക. സവോള ഇട്ട് ഇളക്കുക.
എന്തായി? പാസ്ത ഇട്ടോ? കഴിഞ്ഞല്ലോ, ഓൾമോസ്റ്റ് കഴിഞ്ഞല്ലേ? ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് പകർത്തണം, എന്നിട്ട് ഗാർണിഷ് ചെയ്യണം അല്ലേ? കൃഷ്ണമൂർത്തി, എന്ത് പറ്റി നിനക്ക്? ആകെ സങ്കടമായി പോയല്ലോ. ചിന്താവിഷ്ടനായ കൃഷ്ണമൂർത്തി ഇട്ടോട്ടോ, ഇട്, അല്ലെങ്കിൽ ചിലപ്പോ മാറിയേക്ക്, മുഖം പൊള്ളു. ആൻഡോ എന്തായി? കൊള്ളാലോ, നല്ല സ്മെൽ ഉണ്ടല്ലോ. നോക്കട്ടെ. പക്ഷെ ഞാനായിരിക്കില്ല കേട്ടോ മാർക്കിടുന്നത്, ഞാനായിരിക്കില്ല മാർക്കിടുന്നതെന്ന് പറയാം. കൊള്ളാം, നല്ല ചൂടൻ പാസ്ത. ആഹാ, ഇവിടെ പകർത്താൻ തുടങ്ങിയോ? ഹായ്, ഇനിയിപ്പോ പകർത്തി ഗാർണിഷ് ചെയ്യാനും കൂടെ ഉള്ളല്ലേ? കൊള്ളാം, പിള്ളേര് കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വിന്നറിനെ അനൗൺസ് ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടിയാണ്. 3 പേരുടെ ഞാൻ കഴിച്ചു നോക്കി, 3 പേരും അസാധ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും പാസ്ത പിന്നെയും പിന്നെയും കഴിക്കാനായിട്ട് എനിക്ക് തോന്നുന്നത് ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല, ഈ 2 മുത്തപ്പന്മാരുടെയും തന്നെ. ആൻഡോയും അൽസാബിത്തുമാണ് നമ്മുടെ ഇന്നത്തെ വിന്നേഴ്സ്. എല്ലാവർക്കും ടാറ്റാ. ഇന്നത്തെ ആഘോഷത്തിന് തിരശീല വീഴുന്നത് സംഗീതത്തിന്റെ അകമ്പടിയോടെയാണ്. കുട്ടി വീരന്മാർ പാടി തിമിർക്കുകയാണ്. പാട്ടെന്ന് പറഞ്ഞ ചില്ലറ പാട്ടൊന്നുമല്ല, ശ്രുതിയും താളവും രാഗവും സംഗതിയും എല്ലാം വെച്ച് ഒരു അലക്കലക്കുകയാണ് നമ്മുടെ കുട്ടി ഗായകർ. Taca no sal, 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 taca no sal.